ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരമാണ്. തഞ്ചാവൂർ സ്പെഷ്യൽ തേങ്ങാ തിരട്ടിപ്പാലാണ് കേട്ടോ. ആകെ 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന അളവിലുള്ള ആ കപ്പ് തന്നെയാണ് എടുക്കേണ്ടത്. പിന്നീട് അതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ശർക്കരയാണ്. ശർക്കര പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. വെള്ളം അധികമായി പോവരുത് കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഓവറായിട്ട് നൈസായിട്ട് അരയണമെന്നൊന്നുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരഞ്ഞ് കിട്ടിയാൽ മതി. പിന്നീട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് വറുത്ത് കോരിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. വളരെ നല്ല സാധനങ്ങൾ മാത്രമേ നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്കിത് ഏകദേശം ഒരു ഹൽവ പരുവത്തിലായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം ഇളക്കിയെടുക്കാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. പാത്രത്തിൽ നിന്ന് തന്നെ വിട്ടുപോലും നല്ല നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതാ കറക്റ്റായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് പാകമായി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ തേങ്ങ തിരട്ടിപ്പാൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ ഷേപ്പിലാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയറുകളൊക്കെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്